ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വെറും 3200 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ 1700 രൂപ പ്രോഫിറ്റ് അടിച്ചൊരു ട്രേഡിൻ്റെ പൊസിഷൻ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു എൻട്രി പോയിൻറ്റ് എക്സിറ്റ് പോയിൻറ്റ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാണ്ട് ഞാൻ എടുക്കുന്ന അതായത് ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി ഞാൻ എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുത്തതെന്നും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡും ഞാൻ അതായത് ലൈവ് ട്രേഡ് എടുത്ത വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തതെന്ന് വെച്ചാൽ ഫ്രൈഡേ ആണ് ട്രേഡ് എടുത്തത്. ഓക്കെ, ഞാൻ ഗ്രോ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ക്യാപിറ്റൽ ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1741 രൂപ പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഗൈസ്, നമുക്ക് ആദ്യം തന്നെ പൊസിഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ചാർട്ടിൻ്റെ അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പൊസിഷൻ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറും 50 ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ ബൈ ചെയ്തത്, അതായത് 2 ലോട്ട്. ഓക്കെ, ബൈ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 64 രൂപ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 64 രൂപ ബൈ പ്രൈസ്. അതുപോലെ തന്നെ മൊത്തം ടോട്ടൽ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ 3211 രൂപ. ഞാൻ സെല്ല് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. 50 ക്വാണ്ടിറ്റി സെല്ല് ചെയ്ത് 99. ഓക്കെ, അതായത് 64 മേടിച്ചത് 99-നാണ് ഞാൻ സെല്ല് ചെയ്തത്. അടിയിൽ നിങ്ങൾക്ക് ടോട്ടൽ സെൽ വാല്യൂ 4952 രൂപ കാണാൻ പറ്റും. ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ റിട്ടേൺ. ഓക്കെ, അപ്പം ഇതാണ് ഞാനെടുത്ത പൊസിഷൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോകാം. എങ്ങനെയാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തതെന്ന് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിഫ്റ്റി 50 ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയത്. ഇവിടെ നമ്മൾ പ്രീമിയത്തിൻ്റെ ചാർട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രി പോയിൻറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ 64-ലാണ് നമ്മൾ എൻട്രി എടുത്തത്. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഒരു മിനിറ്റ്, ഇതുണ്ടോ, നിങ്ങൾ ഈ ഇവിടെ നോക്കുക, ഡ്രാഗ് ചെയ്യുന്നിടത്ത് നോക്കുക. അതായത് 11-12 മണിക്ക് നമുക്കൊരു വലിയൊരു അതായത് വലിയൊരു SL ഹണ്ടിങ് ക്യാൻഡിൽ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാനൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഞാൻ ഏകദേശം ഇവിടെ എൻട്രി എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ക്യാൻഡിൽ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ആയത്. ഞാൻ വിചാരിച്ചു ട്രെൻഡ് റിവേഴ്സലാകാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇത് ഫുള്ള് SL ഹണ്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറി വരികയാണ് ചെയ്തത്. ഓക്കെ, ഇത് നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ തന്നെയാണ് ട്രെൻഡ് മേലോട്ടാണ് എന്നുള്ളത്. അതായത് ഒരു അപ്പ് ട്രെൻഡ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിന് മെയിനായിട്ടുള്ളൊരു വലിയൊരു ക്യാൻഡിൽ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ക്യാൻഡിൽ തന്നെ ഞാൻ എൻട്രി പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ. അതായത് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹാമർ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ട്രേഡിംഗ് റിലേറ്റഡ് നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചെല്ലാം കുറേ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നതെന്നും അതൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാവും. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, നോക്കി കണ്ടു പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് കാണാൻ പറ്റും 60 ഓക്കെ 64 കിടക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ SL ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും SL ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, SL ഹിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ എൻട്രി കറക്റ്റാണെങ്കിൽ SL ഒരിക്കലും ഹിറ്റ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇവിടെ അതായത് ഈ 12 മണീൻ്റെ ക്യാൻഡിലല്ല, നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തതെന്ന് വെച്ചോ, അത് 11:45 എൻട്രി എടുത്തു. ഓക്കെ, നമുക്ക് ഉറപ്പാണ് അതായത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് വരാൻ പോകുമെന്ന്. പക്ഷേ നമ്മളിപ്പം ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 പോയിൻറ്റ് SL വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്ന് SL ഹിറ്റാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജിയാണ് മെയിനായിട്ട് വേണ്ടത്. ആ ഒരു സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്താൽ മതി. ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മുടെ ട്രേഡ് അതായത് മാർക്കറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ SL ഹിറ്റാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പം ഈ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം ഇങ്ങനൊരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ട്രേഡ് പ്ലേസ് ചെയ്യില്ല. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിരിക്കും, അതായത് 13 നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുണ്ടോ 14, അതായത് 2 മണി ടൈം, ഏകദേശം 2 മണി ആകും കണക്ക്, 2 മണി 2:15. ഓക്കെ, 2:15 ഞാൻ ട്രേഡ് എൻട്രി ആവുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എൻട്രി ചെയ്യാനുള്ള കാരണം. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്കിവിടെ ഇത്രയും, അതായത് ബയേഴ്സ് ഇത്രയും ഇവിടെ ആക്റ്റീവാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഒരു ഇതിലാണ് ഞാൻ എൻട്രി ചെയ്ത്. പിന്നെ നമ്മളെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ശരിയാവണമെന്നില്ല, മാർക്കറ്റാണ്, എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു വരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 64 ഞാൻ എൻട്രി എടുത്ത് ഞാൻ ഈ ഒരു ക്യാൻഡലിൻ്റെ ഇവിടെയാണ് SL ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ SL ഇട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുണ്ടോ, ഏകദേശം ഈ ഒരു ലെവലാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്താ ചെയ്തതെന്ന്. ഇതുണ്ടോ, ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ ടാർഗറ്റ് വെച്ചത് കറക്റ്റ് ആ ഒരു ടാർഗറ്റ് എനിക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ടാർഗറ്റ് അടിച്ചതും ഞാൻ എക്സിറ്റ് ആവും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ട്രേഡ് ഞാൻ BTST വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, BTST വെച്ചിട്ട് എനിക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല. ഏകദേശം ഞാനിത് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ടൈമിംഗ് കാണാൻ പറ്റും. ഓക്കെ, 3:15 ഞാനിവിടെ ഹോൾഡ് BTST വെച്ചിട്ട് പിറ്റേ ദിവസം കറക്റ്റ് 9:16 ഞാൻ എക്സിറ്റായി. കാരണം ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് ചിലപ്പോൾ തിരിഞ്ഞ് വരാമെന്ന് വെച്ചിട്ട് ഞാൻ 9:16 തന്നെ ഞാൻ എക്സിറ്റ് ആകുന്നുണ്ട്. വലിയ പ്രോഫിറ്റൊന്നും എനിക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, BTST വെക്കുന്ന തന്നെ വലിയ ഡേഞ്ചറാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഇത്രയും ഇങ്ങനൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് അടുത്തതാ ഇവിടെ ഫുള്ള് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വീണ്ടും മാർക്കറ്റ് കയറിപ്പോയി. നമ്മളതൊന്നും നോക്കാൻ പാടില്ല. നമ്മുടെ ടാർഗറ്റ് എത്രയാണോ, നമ്മളെ എത്ര പേഴ്സൻറ്റേജ് ആണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകണം. ഓക്കെ, നമ്മളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മാർക്കറ്റിൽ, അതായത് ഇതുപോലെ ഞാനിവിടെ കണ്ടു ഒരുപാട് ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈന് വരച്ച് ട്രേഡ് ചെയ്യുന്നതും നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നതും ഒക്കെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നു, ഓക്കെ, ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് ട്രേഡ് ചെയ്യുന്നു. നമ്മൾ ഒരു ട്രേഡിങ് സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുക, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15,000 രൂപ വെച്ചിട്ട് നമുക്ക് 1 ലക്ഷം രൂപ ആക്കാൻ വേണ്ടി ഒരു ചലഞ്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചലഞ്ചിൽ എൻ്റെ ക്യാപിറ്റൽ മൊത്തം വൈപ്പോട്ടായിപ്പോയി. വീണ്ടും ഞാൻ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-25 ട്രേഡ് എനിക്ക് എടുക്കാൻ പറ്റി. അതിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് സെറ്റ്, അതിന് നമ്മൾ കുറച്ച് റൂള് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ഓക്കെ, ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. ഞാനൊരു BTST ഹോൾഡ് ചെയ്യാത്ത ഒരാളാണ്. ഞാനന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം 9:16 ഞാൻ എക്സിറ്റ് അടിച്ച് ഇറങ്ങിയിട്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഏകദേശം ഞാൻ 2 ഇൻഡിക്കേറ്ററാണ് ഞാൻ യൂസ് ചെയ്തത്. മെയിനായിട്ട് ഞാൻ ഈ ഒരു 2 ഇൻഡിക്കേറ്റർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ട്രേഡ് ചെയ്യുമ്പോൾ, വേറെ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യില്ല. ഓക്കെ, ഗ്രോയിൽ ഞാൻ ചെറിയ ക്യാപിറ്റലിൽ വെക്കാറുള്ളൂ. ഞാൻ ധൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. അത് വെച്ചിട്ട് അതിലാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ അതിലാണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. വീഡിയോസൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, ഇതുണ്ടോ 5626. നമുക്ക് ഫുള്ള് ഓൾ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഉണ്ടോ, 4000 രൂപ ഗ്രോ ഡെപ്പോസിറ്റ്. അത് കഴിഞ്ഞിട്ട് F&Pയുടെ ഒരു 555 രൂപ ലോസ് ആയിട്ടുണ്ട്. കറക്റ്റ് ഉണ്ട്, 10 പോയിൻ്റ് SL ഹിറ്റായത്. അത് കഴിഞ്ഞിട്ട് ഒരു 586 രൂപ പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കണ്ടു 3882 പെയ്ഡ് F&O. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റും കൂടെ കാണാൻ പറ്റും, 4972 രൂപ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഞാൻ ആഡ് ചെയ്തത് 4000 രൂപയാണ്. നമ്മുടെ ക്യാപിറ്റൽ ഇപ്പോൾ ഉള്ളത് 5626 രൂപയാണ് ക്യാപിറ്റലുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇത്രയും വലിയൊരു ടാർഗറ്റൊന്നും വെക്കരുത്. കാരണം ഒരു ലോട്ടിൽ 2 ലോട്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു 10 പോയിൻ്റ് ഒക്കെ ടാർഗറ്റ് വെച്ചാൽ 1:1 ട്രേഡ് ചെയ്താൽ മതി. അത്രയും കൊണ്ട് നമുക്കൊരു 500 പോയിൻ്റ് കിട്ടിയാൽ തന്നെ, അതായത് 500 രൂപ പ്രോഫിറ്റ് കിട്ടി തന്നെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങണം. ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. കാരണം മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു വരാം. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ, അതായത് ട്രേഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം.